മാറുന്ന നിലപാടുകളുടെ പേരിലും ഉറച്ച തീരുമാനങ്ങളുടെ പേരിലും എന്നും വാർത്തകളിൽ ഇടം കണ്ടെത്തിയിരുന്ന ആളാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പുതിയ വാർത്തയാണ് അദ്ദേഹത്തെ കുറിച്ച് പുറത്തു വരുന്നത്. ഗവർണർ പദവി രാജിവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് അറിയുന്നത്. അടുത്തിടെ കേരള സർക്കാരുമായി ഇടഞ്ഞ് തെരുവിലിറങ്ങി സ്വയം ക്രൗഡ് പുള്ളറുടെ സ്ഥാനം നേടിയെടുക്കുവാൻ ശ്രമിച്ചത് തിരഞ്ഞെടുപ്പിലേക്കെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു. രാജ്ഭവനിലെ ഫയലുകൾ വേഗം തീർപ്പാക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതോടെയാണ് ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷെഹറിൽ നിന്ന് മത്സരിച്ചേക്കും എന്ന അഭ്യൂഹം ശക്തിപ്പെട്ടത്. BJP നേതൃത്വത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചാൽ അദ്ദേഹം ഗവർണർ സ്ഥാനം ഒഴിയും. സാധാരണ ഗവർണർമാർ പിന്തുടരുന്ന പ്രവർത്തന പ്രതികരണ രീതികളും അദ്ദേഹം പൊളിച്ചെഴുതിക്കൊണ്ടാണ് കേരളം വിടുന്നത്. സർക്കാരിനെ വിമർശിക്കുന്നതിൽ പലപ്പോഴും പ്രതിപക്ഷത്തെയും കടത്തിവെട്ടി. സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാനുള്ള വഴി തുറന്നിടുന്നതിന്റെ ഭാഗമായാണ് ഇതെല്ലാമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതിനിടെയാണ് രാജ്ഭവനിലെ ഫയലുകൾ വച്ചു താമസിപ്പിക്കാതെ വേഗം തീർപ്പാക്കുവാൻ ഗവർണർ നിർദ്ദേശം നൽകിയത്. BJP നേതൃത്വവുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സ്വദേശമായ ബുലന്ദ് ഷെഹർ ഉൾപ്പെടെ UPയിലെ പല മണ്ഡലങ്ങളും പരിഗണനയിലുണ്ട്. എന്നാൽ പാർട്ടി നേതൃത്വം ഇതുവരെ പച്ചക്കൊടി കാട്ടിയിട്ടില്ല. RSSന് കൂടി സ്വീകാര്യനായ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ. 1977 മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിയും 3 തവണ MP-യുമായിരുന്നു. കോൺഗ്രസ് വിട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ജനതാദളിലും ബഹുജൻ സമാജ് പാർട്ടിയിലും പ്രവർത്തിച്ച ശേഷമാണ് BJPയിലെത്തിയത്. 2004 അദ്ദേഹം കൈസർഗഞ്ചിൽ നിന്ന് BJP ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പലപ്പോഴും രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കുവാൻ ഗവർണർ ശ്രമിച്ചിരുന്നതായി മുൻ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങൾ നീക്കാതെ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കില്ലെന്ന് വാശി പിടിച്ച സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. വാശിക്കൊടുവിൽ വഴങ്ങേണ്ടി വന്നതും കേന്ദ്രത്തിനെതിരായ പരാമർശങ്ങൾ വായിക്കാതെ ഒഴിവാക്കിയതുമെല്ലാം ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷം നടന്നതാണ്. യഥാസമയം അദ്ദേഹം ഒപ്പിടാത്തതിനാൽ 11 ഓർഡിനൻസുകൾ അസാധുവായിരുന്നു. 2022 കേരള പബ്ലിക് ഹെൽത്ത് ഓർഡിനൻസ്, വ്യവസായ ഏകജാലക ബോർഡും വ്യവസായ ടൗൺഷിപ്പ് വികസനവും തദ്ദേശ ഭരണ പൊതു സർവീസ് തുടങ്ങിയ 11 ഓർഡിനൻസുകളാണ് ഗവർണറുടെ അനാവശ്യമായ പിടിവാശിയിൽ അസാധുവായത്. ജസ്റ്റിസ് P. സദാശിവം സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി കേരളത്തിലേക്ക് എത്തുന്നത്. മൂർച്ചയുള്ള വാക്ശൈലി, രാജിപ്രഖ്യാപനം, രാജി തുടങ്ങി വിയോജിക്കുന്നവരുടെ നേർക്ക് തൻ്റെ ശേഖരത്തിൽ നിന്ന് ആരിഫ് എടുത്തു പയറ്റുന്ന ആയുധങ്ങൾ തരാതരം പോലെ പലതാണ്. ഇന്ത്യയിൽ ഇനി ആരിഫ് ചേരാൻ പാർട്ടിയില്ലെന്ന് പറയുന്നതിലും വാസ്തവമില്ലാതില്ല. പീലു മോദിയുടെയും ചരൺ സിംഗിൻ്റെയും അനുയായിയായി രാഷ്ട്രീയത്തിൽ വന്ന ആരിഫ് ആദ്യം ജനതാ പാർട്ടിക്കാരനായിരുന്നു. പിന്നീട് കോൺഗ്രസ് വഴി ജനമോർച്ചയിലെത്തി. അധികം താമസിയാതെ ജനമോർച്ച ജനതാദളായി പരിണമിച്ചു. വീണ്ടും ജനമോർച്ചയിലും പിന്നെ BSPയിലും ചേർന്നു. കുറച്ചു വർഷം BJPയിലായിരുന്നു. 2007 BJPയിൽ നിന്ന് അകന്നു. 1986 രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ ഊർജ്ജമന്ത്രിയായിരിക്കെ മുസ്ലിം സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ സംബന്ധിച്ച് ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലിനോട് പ്രതിഷേധിച്ച് രാജിവെച്ചത് വലിയ സംഭവമായിരുന്നു. ZR അൻസാരി അടക്കം പല പ്രമുഖരും പ്രകീർത്തിച്ചപ്പോൾ ബില്ലുമായി മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന്റെ മതേതര സ്വഭാവത്തിന് എതിരാണെന്ന് പാർട്ടി അധ്യക്ഷനും പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയോട് ചൂണ്ടിക്കാട്ടാനും വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ മന്ത്രിപദം രാജിവെക്കാനും ആരിഫ് മടിച്ചില്ല. ആദർശപരമായ കാരണങ്ങളാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും തിളക്കമാർന്ന മറ്റൊരു രാജി ഉണ്ടായിട്ടില്ലെന്ന് അന്ന് മാധ്യമങ്ങൾ ആരിഫിനെ പ്രകീർത്തിച്ചിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതിയ പദ്ധതിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോകുമ്പോൾ ജയസാധ്യത എത്രത്തോളമുണ്ടെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.